സോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മുടെ വി ബ്ലാക്കിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും നമ്മളെ എല്ലാ സപ്പോർട്ട് ചെയ്തതിനും എല്ലാം നമ്മുടെ ഫ്രണ്ട്സിനും നമ്മൾ ഒത്തിരി നന്ദി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ നല്ല നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് ഇത്രയും സപ്പോർട്ട് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതിൽ കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു. ഫസ്റ്റ് എടുത്ത് പറയാനുള്ളത് അതിലെ കമൻറ്റ് ബോക്സ് നമുക്ക് കമൻറ്റ് അയക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് നമ്മൾ ഓഫ് ആക്കിയിട്ടേക്കുന്നുണ്ട്, അറിയത്തില്ല. അപ്പോൾ അതെന്താ നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല, നമുക്കൊരു ഓപ്ഷൻ ചെയ്തിട്ട് അപ്പോൾ അത് ഓഫായി കിടന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഫോൾട്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ ഫസ്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് ആ കമൻറ്റിലൊന്ന് അറിയിച്ചേക്കണേ. നമുക്ക് മുട്ടയ്ക്ക് പുതിയ പേരിടണമെന്ന് ഒരാൾ സെഷൻ പറഞ്ഞു. പിന്നെ വേറെ ആൾ പറഞ്ഞു നമുക്ക് ഇത്തിരി കൂടെ കോമഡികളാവാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത്തിരി ബലം പിടിച്ച് കോമഡി പറയുന്ന പോലെ. അപ്പോൾ നമുക്ക് അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയണം. നിങ്ങൾ പറയുന്നതനുസരിച്ചാണ് നമ്മൾ ബെറ്റർ ആവുന്നത്. അപ്പോൾ ആ ഓരോ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകുന്നതും കാണുന്നതും ഇങ്ങനെ പറഞ്ഞു തരുന്നതും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നീ റെഡി ആയിട്ടില്ല. ഇവിടെ വരെയാണ് നമ്മൾ നിർത്തിയത്. നിർത്തിയെടുത്ത് നമുക്ക് തുടങ്ങാം. നീ റെഡി ആകുമ്പോൾ അച്ഛൻ പറയും. എന്നാടാ പറഞ്ഞത്? നമുക്ക് ഇ പി ഇല്ല, ഇ പി എടുക്കട്ടെ പോയിട്ട്. വായനാശക്തിയോടെ നിനക്കെന്താടാ കുശുമ്പ്? എന്തി അവനെ കൊന്ന അവനെന്തി എൻ്റെ മോനെ കാണും. വാ മോനെ, വാ. അത്രേ ഉള്ളൂ. അച്ഛനെല്ലാം ട്രെയിൻ ചെയ്ത് വെപ്പിച്ചേക്കുവാ. കൊച്ചു കഴിവേറി പിന്നല്ല ഇ പി എടുക്കണം. നമുക്ക് ഇ പി എടുത്തില്ലെങ്കിൽ എന്താ ഇവിടെ അയ്യോ കഴിവേറി മക്കൾ. ഇത് നമുക്ക് ഫൈറ്റിനുള്ള പരിപാടിയാണ്. അതൊക്കെ ഒരു ചോദിക്കില്ല. നിനക്ക് രവീന്ദ്രനെ അറിയാടാ? കാട്ടാക്കട അറിയാടാ? ആയിരിക്കും കാട്ടാക്കട. ഇന്ത്യയുടെ ഒറ്റത്തിനേ ഉള്ളൂ. സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. വാടാ രമേശിനെ അറിയാടാ? നിനക്ക് നിന്റെ കിട്ടുന്ന എല്ലാത്തിനും ഞാൻ വെട്ടി. ഞാൻ വാടാ ഇതെന്നാ ഇവിടെ എന്നാ സാധനം? ഫിംഗർ പ്രിന്റ് ആക്കിയോ? അവിടെയൊക്കെ ഫിംഗർ പ്രിന്റ് ഒക്കെ കേട്ടോ. വിഷയമില്ല, മിണ്ടായിരടാ കഴിവറമാനെ. അച്ഛൻ ആദ്യം പോകും, എന്നിട്ട് മോൻ പോയാൽ മതി. ഇപ്പന്നാ വള്ളിയാ? പിന്നെ അല്ല ഇവന്മാരെ കൊണ്ട് രക്ഷയില്ല. ഞാൻ നിന്റെ അടുത്തൊക്കെ എന്നാ ഉണ്ടാക്കാൻ വന്നടാ? ഞാനൊക്കെ എന്നാ ഉണ്ടാക്കാൻ വന്നത് നിന്റെ അടുത്തൊക്കെ? അല്ല എന്നാ ഉണ്ടാക്കാൻ വന്നത്? അതെ അയ്യോ വേണ്ട ഇവനൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഇവനൊക്കെ കൊല്ലുന്നെങ്ങനെ? ഇവനെ വെട്ടാൻ പറ്റില്ല. അവന്റെ ലൈഫ് പോയിരുന്നില്ല. ഇവന്റെ ലൈഫ് അങ്ങനെ പറയും. ഇവനെ ഇടിച്ചു കൊല്ലണോ? അവനെ ഇടിച്ചു കൊല്ലണം. ഇവനൊക്കെ ഇടിച്ചു കൊല്ലണം. അത്രേ ഉള്ളൂ. കൊല്ലു കഴിവറിയെ എന്ത് ചെയ്യടാ? വാടാ മീനക്കാട്ട് വിളിച്ചു ഇതാല മോനെ. അത്രേ ഉള്ളൂ. ഇതായിരുന്നല്ലേ? അതൊക്കെ പറയണ്ടേ. ഊജാല കൊള്ളാനെ വെട്ടിക്കഴിഞ്ഞാൽ ചാവത്തില്ല. നല്ല നമ്മുടെ വാളെവിടെ പോയടാ? വാളെവിടാണ്ടൊക്കെ കൊണ്ട് കളഞ്ഞു. അല്ല ചാടിക്കോ. ചാടാനല്ലേ? ഇതെന്നാത്തിനാ? ഇതന്നല്ല ഞാനും പറഞ്ഞു. പുഷ്പാളാ ചന്ദ്രക്കടത്തിന് വേണ്ടി വന്നു. വീണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ തിരിച്ചെത്തി. ഇവരെന്തോ പറയുന്നേ? കൊച്ചു കയറി മോശവും അതന്നെ ഉണ്ടോ. എൻ്റെ ഭാര്യ ചത്തിട്ട് ഒരു പിടി ചാരവും വാരിക്കൊണ്ട് ഞാൻ പോയതാ കണ്ടിന്. ഈ നേരത്താവുന്ന കയറിയത്. പിറ്റേ ദിവസമായി. എന്നിട്ടും കല്ല് കെട്ടി മഞ്ഞത്ത്. ഇനി ഞാൻ പറഞ്ഞു കേട്ടണം. ഇവനെന്തോ കാണിക്കുവോ? എന്നെ ബോധിച്ചില്ല കേട്ടോ. ഇനി അച്ഛനടാ ഞാൻ ഇങ്ങോട്ട് നോക്കടാ. ഒരു ബഹുമാനം പറഞ്ഞ സാധനമില്ല. വാ നമുക്ക് നമ്മുടെ വീട്ടിൽ കയറി ചായ വെക്കാം. വീട്ടിൽ കയറാ കഴിവറമോനെ. അങ്ങോട്ട് പറക്കങ്ങോട്ട് രവീന്ദ്ര. നല്ല ഇത് ഗംഗയെ കൊണ്ട് ഒഴുക്കാൻ വേണ്ടിയിട്ടാ, വേറെ ഒന്നുമല്ല. ആകെ ഇത്തിരി അല്ലേ ഉള്ള, ഇത്തിരി ശവല്ലേ ഉള്ളായിരുന്നു. അത് മൊത്തം ചാക്കിൻ്റെ അകത്താക്കി. എല്ലിൻ്റെ ഒരു പൊടി പോലും ബാക്കി വെച്ചിട്ടില്ല. അങ്ങനെയൊക്കെ അവനെന്തോ പുസ്തകം വയ്ക്കണോ അവിടുന്ന് അച്ഛനെ കൂട്ടാണ്ട്? വല്ല വെച്ച് ചായ കാണാണ്ട് കുടിക്കടാ. നോ ഫെയർ. ഞാൻ പറഞ്ഞ കേട്ടാ നീ വീണ്ടൊരു ഏഞ്ചിലും വെപ്പനൊക്കെ ഉണ്ട്. ഈ യൂസ് ചെയ്യും. അതെ ലോങ് ടൈം ഒന്നും വേണ്ട. എങ്കിലും ഞാൻ പറഞ്ഞല്ല മതി. യുദ്ധം വേണ്ട. വെപ്പനെ കൊന്നിട്ടല്ല അച്ഛൻ്റെ കൂടെ കഴിവ് കളിക്കരുത്. എന്നാ സെറ്റ് കളിക്കാം. അതാ നിനക്ക് പറ്റിയതല്ലേ? മൊട്ട കൊടുക്കാ. പിന്നെ അല്ല കൊച്ചു കഴിവ് കയറി അവനെ തന്നെ കൊടുക്കരുത്. ഇടിക്കണോ നീ? ഇടിക്കാ ഒറ്റ കയറി കൊടുക്കണോ നീ? അത്രേ അവിടെ വീഴുമ്പോ ചുമക്കോടാ ആരെങ്കിലും.
ഇത് പുതിയ തരം വീഴ്ച. ഇത്തിരി കഴിവേറിത്തരമുള്ള കഴിവേറിയാ അല്ലേ? എനിക്കിവിടെ കഴിവേറിയൊന്നുമല്ലേ വിളിക്കാൻ തോന്നുന്നു, ഫുണ്ടാന്നാ കൊച്ചു കഴിവേറെ കിഴപ്പ് കാരണം. ഹെലികോപ്റ്റർ വന്നടാ, ഹെലികോപ്റ്ററിലായിരുന്നു വന്നിറങ്ങാനടാ. ഹെലികോപ്റ്ററിൽ വന്ന് കറു കൂട്ടുന്നു. ആറത് സൗണ്ട് കേട്ടിട്ട് ഏതോ വെള്ളവടിയെന്നു നമ്മുടെ കമ്പനിക്കാരനാ തോന്നുന്നു കേട്ടോ. നീ വാച്ച് ചെയ്തോ? ഓ, ആള് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെന്ന്. അത് നമ്മുടെ പഴയ കമ്പനിക്കാരനാ. നീ ഇതിൻ്റെ അടി കയറിയിരിക്കും. ഞങ്ങള് മേളിയിരുന്ന് കുറച്ച് മദ്യമൊക്കെ അടിച്ച് സെറ്റാവട്ടെ. ഏരി വേടാ ചുമ്മാ കിടന്ന ചലക്കാതെ. ഏതാ ബ്രാൻഡ് എടുത്തേക്കുന്നത്? ഇവനല്ലേ കമ്പനിക്കാരൻ, കഞ്ചാവും കണ്ടുപിട്ട് ഇവനെ കാണുമ്പോ അറിയാം. ഇവനെ നമ്മൾ എന്ത് പേര് കിട്ടും ഗൈസ്? നമുക്ക് ഇവനെ വീടിന്നിടാം. ഇപ്പം നമ്മുടെ അടുത്ത് കോട്ട് വെക്കാൻ വന്നതാണ്. ചെറിയെന്ന് വർത്താനുള്ള അവൻ പറയുന്നത്. നീ അല്ലേടാ ഇന്നലെ മേടിക്കാന്ന് പറഞ്ഞത് സാധനം, എന്നിട്ട് ഇപ്പം ഞാൻ മേടിക്കണമെന്നോ? അത് നടക്കത്തില്ല. ചിരിക്കൊന്നും വേണ്ട, കാര്യമായിട്ട് പറഞ്ഞതാ. നടക്കത്തില്ല. ഇന്നലെ നീയാണ് പറഞ്ഞത് മേടിക്കാൻ. വീഡിയോ നീ പറഞ്ഞ കേൾക്കണം. നീയാണ് ഇന്നലെ ആർ സി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എം സിയും ഇല്ല, ആർ സിയും ഇല്ല, ഒന്നുമില്ല. ഒരു OP എങ്കിലും കിട്ടും നിനക്ക്. നീ എന്നിട്ട് പട്ടി ഷോ ആക്കുന്നു. ഏടക്കാഴ് വരുവാണ്. ഇന്നലെ നീ വെള്ളം അടിച്ച് ഓഫ് ആയിട്ട് മേടിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ അടിക്കുന്നതാ പട്ടിപ്പടി. നീ ഇന്നലെ പറഞ്ഞേ നീ ഇന്നലെ ഒരു OPക്ക് വേണ്ടിട്ട് എന്നെ കൊല്ലുന്നോ? കൊല്ലാൻ മാത്രമാടാ. ഇന്ന് ഞാൻ പഞ്ഞിക്കിടും. കാഴടാ ലോട്ടെ. എന്റെ ഒരു കഴിക്കില്ല നീ, അത്രേ ഉള്ളൂ. അങ്ങ് മാറ്റി കൊടുക്കും. ഇങ്ങനത്തെ ഒക്കെ കുറച്ച് കഴിവരുണ്ട്. ചോദിച്ചാടി മേടിക്കുക വിഷയം. ഞാനും അല്ല, നിന്റെ വെളിവ് തിരിച്ചു വന്നില്ലടാ. നീ ഇന്നലെ പറഞ്ഞല്ലടാ. OPക്ക് ആസിക്കും വേണ്ടിട്ടുള്ള അടി ഇന്നലെ നീ മേടിക്കാന്ന് പറഞ്ഞ ഞാനല്ല. ഞാൻ നിനക്ക് ഷെയർ ഇട്ട് തന്നത്. എന്നുവെച്ച് നീ ഇപ്പൊ എന്നെ അടിക്കാൻ മാത്രമായടാ. നിന്റെ ഇവനെ വെട്ടി ഞാൻ നോത്തു. ഇന്നലെ നീയാ പറഞ്ഞത്. വെറുതെ നീ എന്നെ ചൊറിയരുത്. നീ വാണി എനിക്കാ. ഇന്നലെ ഒരു OPക്ക് വേണ്ടിട്ട് നീ എന്റെ അടുത്ത് എന്താടാ പറഞ്ഞത്? ഇന്നലെ നീ എന്തുവാടാ പറഞ്ഞത്? ഇന്നലെ നീ വെറുതെ എന്നെ നീ ചൊറിഞ്ഞു. വെറുതെ എന്നെ ചൊറിയാൻ മാത്രം. അവന്റെ കഴിവെടുത്തന്നെ ഞാൻ കൂട്ടിരിക്കത്തില്ല. ഇന്നലെ എന്നെ ഇടിക്കുന്നോടാ. എടാപ്പാ എന്നാ ഒരു ആർ സി OPക്ക് വേണ്ടിട്ട് ഇന്നലെ നീ മേടിക്കാന്ന് പറഞ്ഞു, ഞാനല്ല. കണ്ടടാ ഒരു ചാക്കിലിരിക്കുന്ന കണ്ടടാ നീ. കുടു അവന്റെ ചോറിന്റെ പോണം വെച്ചിക്കണം. ഇന്നലെ നീ പൊലയാടി പറഞ്ഞത്. ഇവനെ രസില്ല. നിന്റെ ഫുട്ബോളാണ് ഞാൻ. ഇത്രയും ഉരുണ്ടിരിക്കുന്ന എന്നെ കണ്ടിട്ട് നിന്റെ പണ്ടായിട്ട് തോന്നില്ല നിനക്ക്? അപ്പോൾ അതെ അത്രേ ഉള്ളൂ. അവനെ കൂടെ വേണ്ട പറഞ്ഞിരിക്കുമ്പോഴാണ് അവന്റെ ഇന്നലെ നീ വീഡിയോ പറഞ്ഞത്. സ്ലോ ഒന്നല്ല, നീ നാലിട്ട് വെക്ക്. നീ എന്നാ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു ചേച്ചി. ഇത്രയും അടിച്ചു മുറിച്ചിട്ട് അവന്റെ എല്ലാം മാറി. ഇടിച്ച് എന്നെ കുഴിക്കാത്തിരുത്തി. ഇടിച്ചിട്ട് എന്നെ കുഴിക്കാത്തിരുത്തി. എന്നെ ഇടിച്ച് കുഴിക്കാത്തിരുത്തി. അവന്റെ ഇന്ന് അവന്റെ എല്ലാം മാറ്റി കൊടുത്തേച്ചുള്ളൂ. വലിപ്പ് തീരുന്നില്ലല്ലോ ശിവനേ. ഇടിച്ചവനെ നീ യാത്ര പോയടാ. നീ ഫൈനല്ല. നീ ഇന്ന് അവനെ ഉറക്കിട്ടേ ഉള്ളു കാര്യം. നീ ഇന്നലെ നീ ആണടാ OP മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു, ഞാനല്ല. ഇന്നലെ നീ വെറുതെ നീ എന്നെ ചൊല്ലു. നീയാണ് വെറുതെ. ടീമൊന്നുമല്ല. നീ പാട്ടും പാടിക്കൊണ്ട് ഇവന്റെ ഇന്നലെ അടിച്ച കെട്ട് മാറിയിട്ടില്ല ഇവന്. നീ ചിരിക്കും. നിന്റെ ചിരിച്ചുള്ള വെറുതെ ഒരു ആർത്തിക്ക് വേണ്ടിട്ട് എന്നെ വന്നിട്ട് ഒരു ജവാനെങ്കിലും മേടിച്ചോണ്ട് വന്നിട്ടായിരുന്നെങ്കിൽ ഇത് ഞാൻ സഹിച്ചേനെ. ഇത് അതുമല്ല. ഇല്ല വെറുതെ കൊടുത്തില്ലെന്ന്. കലിപ്പ് വരത്തില്ല, അത്രേ ഉള്ളൂ. അവന്റെ കഥ അങ്ങ് കഴിച്ചോണ്ട് കൈ അത്രേ ഉള്ളൂ. ആ ഒരു ആർത്തി അവൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഒരു ജവാനെങ്കിലും അവൻ മാസം
എന്നുവെച്ചാണ് അവൻ ഇത്രയും കഴിവുത്തരം എൻ്റെ അടുത്ത് കാണിച്ചത്. പിന്നെ വെറുതെ ഇടാൻ പറയും. പക്ഷേ വെറുതെ ഇടാൻ പറ്റുമോ? പറ നിങ്ങൾ പറ. അവനെയൊക്കെ ഞാൻ വെറുതെ വിടും. ഇനി ഒരു വാക്ക നീ ഇങ്ങനത്തെ കമ്പനിക്കാരെ നിങ്ങൾ കൊണ്ട് നടക്കരുത് കേസ്. അയ്യ ഉണ്ടോ അതെന്നെടാ ഇവൻ ചത്തില്ലേ? ഇവനൊരു സമാധാനം. ഇവന് ഒരു OP കൊടുത്താലേ അവനെ അടങ്ങത്തുള്ളൂ. ഇന്നലെ അവനാ മേടിക്കാന്ന് പറഞ്ഞാൽ ആടി മോനെ ആണ് കൊടുക്കും. എടാ നീയാണ് മേടിക്കാന്ന് അല്ല. അത് ഇന്ന് ഈ ലോകം മൊത്തം ഇടിഞ്ഞു വീണാലും ശരി ഞാനത് മേടിച്ചു തരത്തില്ല. എന്റെ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ വയസ്സ് പറ്റത്തില്ല. നീ വീടി പറഞ്ഞത് ശരിയായില്ല. വെറുതെ വന്ന് നീയാണ് പൊട്ടിച്ചത്. കണ്ടോ ഇവന്റെ കിഴപ്പ് മാറണമെങ്കിലോ ഈ എയറി വെച്ചിരിക്കണം. അത് തന്നെ അവനെ അയ്യോ കുട്ടേട്ടാ ആണ്ടെ പോയി കിടന്നു. ഇവിടെ ചാൻസ് ഒന്നും കിട്ടത്തില്ല കേസ്. കുട്ടേട്ടൻ എന്ത് ചെയ്യേ? കുട്ടേട്ടാ ഇവൻ എന്റെ കൊക്കെ തള്ളിയിട്ട് മാറി. നീ പാട്ട് പാടിക്കൊണ്ടിരിക്കടാ. ഞാൻ ഇപ്പൊ വന്നിട്ട് പെടലി നിർത്തി ഞാൻ തരും. നോക്കിക്കോ ഇന്നലെ ആണ്ട് ഞാൻ കട്ടപ്പെട്ട് കയറിയിട്ട് അത്രയ്ക്ക് പോയി നിന്നത് നിന്റെ കാര്യം ഇല്ലെങ്കിൽ ഇന്ന് നിന്റെ അവസാനം കണ്ടേനെ. ഇന്നലെ വേഗം എല്ലാം മുറിഞ്ഞു കേസ്. അവന് മാത്രമല്ല പവർ എനിക്കും ഉണ്ട്. കണ്ടടാ പുതിയ ഞാനായി. നീ അക്കരെ പോയിട്ട് വരാ. ഇപ്പറ വാടാ. ലാസ്റ്റ് ഫിനിഷാ. ഇന്ന് ഫിനിഷാ. നിന്റെ ഇന്ന് ഫിനിഷ് ഞാൻ കണ്ടിട്ട് പോത്തുള്ളൂ. നീ വേണ്ട നീ വരണ്ട. എവിടെടാ നീ കാറ്റായിട്ട് വന്നാലും മഴയായിട്ട് വന്നാലും ഇന്ന് നിന്നെ കുഴിയിലേക്ക് എടുത്തിട്ട് ഞാൻ വരത്തുള്ളൂ. വെറുതെയാണ്. അവന്റെ വെറുതെ വന്ന ഒരു OPക്ക് വേണ്ടിട്ട് നീ എന്നെ ഇന്ന് ഇവനെ ഞാൻ കുഴിയിലേക്ക് എടുത്തിട്ടേ ഉള്ളൂ. ഇവനെ വെറുതെ വിട്ടാ പറ്റത്തില്ല. എടാ വാടാ. നീ ഇന്നലെ ഒരു OP മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ നീ എന്നെ കഴിവെടുത്തര കാണിച്ചു. ഇന്നലെ കൊക്കയിലടിച്ചായിടും. ഉറക്കും ഞാൻ കൊക്കയിലിട്ട് അത്രേ ഉള്ളൂ. ആവുന്നില്ല പോരാടി. അതെ അത്രേ ഉള്ളൂ. കൊടു. അവന്റെ കഴുത്ത് ഞെരിച്ച് അവന്റെ കളഞ്ഞാലേ കാര്യമുള്ളൂ. പാറക്കടിയിൽ ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഇന്നലെ നീ എന്നാ കഴിവെടുത്തര കാണിച്ചേ. നീ അഴിച്ച് തരാന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. വെറുതെ വീട്ടിൽ ഞാൻ മോനുമായിട്ട് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുവായിരുന്നു. അന്നേരം ഇന്നലെ മേടിച്ച് അവൻ തരാന്ന് പറഞ്ഞിട്ട് പോട്ടെ വിഷയമില്ല. നമുക്ക് പിന്നെ ബോഡിയൊക്കെ പിന്നെ ബൂസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഇത്രേ ഉള്ളൂ. ഇവനൊക്കെ കേസ്. ഇവനൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാം തെറ്റുണ്ടോ? ഇന്നലെ അവൻ മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ അവന് മേടിച്ചു കൊടുത്തു. അത് ഒരു MGR എന്നിട്ടാണ് അവനൊക്കെ പോട്രാ. വയ്യ ഗൈസ് വയ്യ. അവൻ എനിമിയാ. അവൻ ഇന്നോട്ട് അവൻ ചത്തു. ഇനിയും കുഴപ്പമില്ല. ഇനി അവന്റെ ആരെങ്കിലും ഒക്കെ ചോദിക്കാൻ വരും. അത് എന്റെ ഭാര്യ പറഞ്ഞതാ കൂടി നിർത്തി ചേട്ടാ. എന്നിട്ട് ഞാനത് കേട്ടില്ല. ലവ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്തേക്കണേ. ലൈക്കും സബ്സ്ക്രൈബും എല്ലാം. എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. അത് നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ പവറായിട്ട് നിൽക്കാൻ പറ്റും. നിങ്ങൾ ലൈക്ക് ചെയ്ത് കൂട്ടിക്കണം. അവനെന്തിയെ എന്റെ കഴിവേറി മോൻ എന്തി? അവൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എല്ലാ പുട്ടും ചായ വീട്ടിൽ അവൻ എല്ലാ ചായയും എല്ലാം വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് സംഭവിച്ചാലും ഒന്നും പറ്റാത്ത പോലെ നിൽക്കാം. എൻ്റെ മോൻ വീട്ടിലുണ്ടായിരിക്കും. മോനെ ചക്കുതേ എന്നിട്ട് വാടാ. ഉണ്ട് എന്താടാ നിനക്ക് പ്രശ്നം? ഞാൻ റൈറ്റാണ്. അല്ലാണ്ട് നീ ലെഫ്റ്റ്. അത് മതി. നിനക്കറിയാമോ? അവൻ ഇന്നലെ OP ചോദിച്ചായിരുന്നു. അല്ല ഫുള്ള് കഥ പറഞ്ഞ മുമ്പ് അവൻ പോയോ? അല്ല നിനക്ക് ചോയ്സ് ചെയ്യാം. ഇങ്ങനത്തെ ഫ്രണ്ട്സ് വേണോ അതോ കഞ്ചാവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വേണോ അതോ OP അടിക്കണം? OP ആണ് തലവേദനയാണ്. ചുമ്മാ അടങ്ങി കേട്ടോ. അങ്ങനത്തെ വള്ളിയൊന്നും വേണ്ട. ബാ നമുക്ക് പോയിട്ട് മാനെ പിടിച്ച് കറി വെക്കാം. വല്ല നീ വെച്ചായിരുന്നോ വീട്ടിൽ? കേട്ടോ വീട് അടിച്ചുറപ്പില്ലെങ്കിലും കഥയൊക്കെ അടച്ചു ഞങ്ങൾ പോകത്തുള്ളൂ. അത്രയ്ക്ക് ശുഷ്കാന്തിയുള്ള ഫാമിലിയാണ്. കംപ്ലീറ്റ് ഈ മാർക്കറ്റ് ട്രീസ് ഇന്നല്ല നമ്മളെല്ലാം കംപ്ലീറ്റ് ട്രീ മാർക്ക് ചെയ്യാൻ പോവാം. പുഷ്പേടാ ഞങ്ങൾ ചന്ദനക്കടത്ത് പിന്നല്ല ടീ അതന്നെ സാധനം. അതെന്തോ പവർ കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക്. വാട്ട് യൂസ് ചെയ്യും
മോമ്പാ അച്ഛൻ കൊണ്ടുപോവാ. മോനെ കൈവിടല്ലേടാ, വീണ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും പാടമായിട്ട്. അതേ ഉള്ളൂ. അതുകൊണ്ട് അതൊക്കെ എന്നാണ് ഈ പൊളിഞ്ഞു വീഴും. നമ്മളെങ്ങനെ ചത്തൊന്നും പോത്തില്ല. മോൻ ചാട് അച്ഛൻ പഠിപ്പിച്ച പോലെ. വാ മോനെ വാടാ. ഇവനെ കൊണ്ട് വാടാ ചാടാ. ആ അത്രേ ഉള്ളൂ. വാ അച്ഛൻ പഠിപ്പിച്ച കഴിവത്തരമൊക്കെ മറന്നുപോയി. ഇതല്ല വഴി ഗൈസ്. ആ ഇത് തന്നെ വലിഞ്ഞു കയറുക. പിന്നെ അല്ല ഒരിടത്തൊരിടത്ത് മാക്കാനുണ്ടായിരുന്നു. ആ മാക്കാൻ വന്നിട്ട് നമ്മളെ സഫർ ചെയ്തു. ആ സഫർ ചെയ്ത് ആ മാക്കാനെ നമ്മൾ വെറുതെ വിട്ടില്ല. ആ മാക്കാനെ നമ്മൾ വെറുതെ നിർത്തില്ല. അത്രേ ഉള്ളൂ. ഇങ്ങനെ വാന്തി എൻ്റെ മോനെന്തി എടാ മോനെ ഇതാ വാടാ. ഇവനെന്തുവാ? ആ മാക്കാനൊക്കെ കണ്ടു എൻ്റെ മോൻ പേടിച്ച്. ഇതെന്താ ചെയ്യണ്ടേ കേസ്? പ്രസ് ടു ബൂസ്റ്റ് എയർപ്സോ. അത് ഇവനെ എടുത്ത് കയറി കയറ്റാൻ. അവനെ എടുത്ത് എറിഞ്ഞേച്ച് വേണം. അവിടെ എനിക്ക് കയറിട്ടാണ് അച്ഛൻ കയറി വേണ്ടേ? അവിടെ എന്തുകൊണ്ട് ഗൾഫിലോ? ഇവനെ അപ്പുറത്ത് വിട്ടേച്ച് ഞാൻ എന്നാ ഇവിടെ ചെയ്യണ്ടേ? നമുക്ക് ഇവിടെ നിൽക്കാം. അവനവിടെ നിൽക്കട്ടെ. ആ കഴിവറുടെ ശല്യം അതുകൊണ്ട് അവിടെ ഒക്കെ പൊളിയുന്നു. ഇതേതാ ഇവനേതാ? ഇവനേതാ താണ്ടെ ഒരുത്ത കിടന്ന് ഉറങ്ങുന്നു. ഇവനെ വെട്ടിയാലും ചാവുന്നില്ലേ? എന്നാ ഞാൻ നേരത്തെ വെട്ടിക്കൊന്ന വല്ല ആയിരിക്കും ഇത്. അല്ലെ അവനിപ്പ ചാവുന്നവരാണ്. എന്റെ കോടാലി തലയിൽ കുത്തിയിരിക്കുന്നു. എന്റെ കോടാലി തരുമോ? ഹലോ എന്റെ കോടാലി ആരാണ്ട് കൊന്നു വെച്ചേക്കുവാ ഗൈസ്. പഴയ പഠനമായിരുന്നു തോന്നുന്നു. ആരാണ്ട് കൊന്നു വെച്ചേക്കുവാ. ഇനി എന്തു ചെയ്യണ്ടേ? ആ സുഗതനെ കൊല്ലുകയും ചെയ്ത്. ഓട്ടോമനെ മോനോട് ഉണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ എല്ലാം തെറ്റാക്കി തരാം. എന്ത് തേക്കാ ചെയ്യേണ്ടത് ഇപ്പൊ? ഞാൻ മോനോക്കെ ആയില്ലേ? പിന്നെ അല്ല ആരെടുത്ത് താവിട്. ഇല്ല ഇനി അച്ഛൻ വരാം. അച്ഛൻ ഒറ്റ വീട്ടിൽ വിട്ടാൽ മോനെ കയറി കയറും. ഇതിനെ കൊണ്ട് അത് ഈ പിടിച്ച് അതെന്തായാലും കറങ്ങുന്ന സാധനമായിട്ട് എന്തായാലും തിരിച്ചു. അയ്യോ അത് താഴെ നമ്മളത് തിരിച്ചേച്ച് വേണം. അല്ലെങ്കിൽ നമുക്ക് നേരെ പോകാൻ പറ്റത്തില്ല. നമുക്കത് ശരിയാക്കി വെച്ച് വേണം പോകാൻ. ഇത് കറക്കണമല്ലോ. ഇതിനി കറക്കണം. കുട്ടനാടൻ കുഞ്ഞിലെ നാട്ടുകഥയാണ്. കൊയ്ത്ത് പാട്ടിൻ നീളം പാടി ഊമ്പി താനനാനേ പൊന്നരി വാടി കുമ്പത്ത് അവിടെ എറിഞ്ഞു പിടിക്കണം. നല്ല കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ പിന്നെ അല്ല അച്ഛൻ ആരാ മോനെ? എന്നെപ്പോലെ ഒരു മോനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ആണോ? ഏടാ ചട്ടിയൊക്കെ എടുത്ത് വീശാതടാ. ഇപ്പൊ കയറി പോവാൻ നോക്കടാ. കയറിപ്പോ. ഇവനൊരു പേരിടണോ അല്ലേ? പേര് ഇതുവരെ ഇട്ടില്ല. എൻ്റെ പേര് ഞാൻ എന്നാ എഴുതണ്ടേ? നിങ്ങൾക്ക് ഇതിൽ എന്നാ പേര് ഇടാ? എനിക്ക് എന്നാ പേര് ഇടാനാ തോന്നുന്നു. അതായിരിക്കും എൻ്റെ പേര് ഇന്നോട്ട്. ഇനി ഇത് നമുക്ക് വെട്ടി താഴെയാണ്. മറ്റേ പാലം അടഞ്ഞു. നല്ല വിഷയം. നമുക്കിനിയും താഴെ ചാടണം. മോനെന്തി മോനെ വാടാ. അച്ഛൻ വഴി കണ്ടുപിടിച്ച്. അല്ല അതല്ല വഴി. എൻ്റെ മോനുണ്ടായിരുന്നല്ലോ. എൻ്റെ മോനൊരുത്തനുണ്ടായിരുന്നല്ലോ. എൻ്റെ മോനെ കണ്ടോ? മോനെവിടെ? മോനെ അച്ഛൻ താഴെ. അവനെന്തി? എന്തേ മോനെ? എവിടെ? ഞാൻ കണ്ടില്ല മോനെ. എവിടെടാ? അവ വേണ്ട മേടിക്കാൻ. നമുക്ക് പിന്നെയും പണി കിട്ടി ഗൈസ്. നമുക്കിത് ഈ സാധനം പോയിട്ട് പിന്നെയും തിരിച്ചു വെച്ച് ഞാനിപ്പറയായിപ്പോയില്ലേ. അപ്പം നമുക്ക് ഈ പാലം സാധനം നമുക്ക് പിന്നെയും തിരിച്ച് പാലം താത്ത് നമ്മളത് അവിടെ ഈ നമ്മുടെ അരിവാളും എറിഞ്ഞ് തൂക്കി വെച്ച് നമുക്ക് പോയി ആ ചെങ്ങല കയറിയിട്ട് വേണം എൻ്റെ മോൻ കഴിവേറിയുടെ അടുത്ത് പോകാൻ. അത് പൊങ്ങാട്ട രമേശേ. മലയും താണ്ടി പുതിനമാണ് കിട്ടുന്നില്ല വായിൽ. ഇതെന്ത് കയറുമോ? ഞാൻ വലിഞ്ഞു കയറാൻ വേണ്ടി നിൽക്കുക. ഓസിന് അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ. ഇങ്ങനൊരു മോനെ കൊണ്ട് തോറ്റി. ഇതെന്നാ ഗീസ്? എനിക്ക് നീന്താൻ പറ്റുന്നില്ല. കേറ്. അച്ഛൻ കൊണ്ടുപോവാ. അച്ഛൻ എന്തായാലും കൊണ്ടുപോകും. എന്തുവാണ്? നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? രമേശോ കുതിച്ചോ? പിന്നെ ഇറങ്ങുന്നുണ്ട്. കയറി പോകുന്നില്ല.
പിന്നെ എന്നാത്തിന് വലിഞ്ഞ് കയറിയതാ ഇത് ഇവൻ എൻ്റെ പുറത്തും കയറിയിരിക്കും. ഇങ്ങനത്തെ ഒരു എങ്ങോട്ടാ പോണ്ടേ? ആ മേളിയിരുന്നത് എറിഞ്ഞും പൊട്ടിച്ച് അത് വലിയ ഉപകാരമുള്ള അതും അറിയത്തില്ല. എന്താണ് ഇവനെന്നെ ഓവർ എക്സ്പ്രഷൻ ഇടുന്നത്? അച്ഛന് വഴി അറിയത്തില്ല, അതല്ലേ ഇതിലെ പ്രശ്നം. അച്ഛനും ഉണ്ട്, ഒരു മോനും ഉണ്ട്, മലയും ഉണ്ട് വലിച്ച്. ഇത് എങ്ങോട്ട് പോകണം കേസ് എനിക്കറിയാമോ? എന്താ പെട്ട് ആകെയുള്ള ഈ ഇവിടെ വരിക. എന്നാ ചെയ്യണ്ടേ ഞാനിപ്പോൾ? ആരുണ്ടോ ഈ പിടിച്ചെന്തിന് ഇത് പിടിക്കുന്നത്? നല്ല കയറി 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 ചാടണമായിരിക്കും. ചാടി. ഓ സൈഡ്, ഇനി സൈഡിൽ കൂടെ. ഇതൊക്കെ എങ്ങനെയൊക്കെയാവുന്നു? എന്തോ മോനെ, അച്ഛൻ ഒരു കണക്കിന് വഴി കണ്ടുപിടിക്കുന്നത് അന്നേരമാണ്. ഓ നീ അതിൻ്റെ ഇടയ്ക്ക് കഴിവേറിത്തരാൻ ചോദ്യം കൂടെ അവൻ്റെ ഉണ്ടായിരുന്നോണം അവിടെ. നല്ല ഇത്രയും കട്ടപ്പെട്ടവരെ വഴി കാണിച്ചു കൊണ്ടുവരുന്നതൊക്കെ എന്നെ സമ്മതിച്ചാൽ മതി. ഉണ്ടാവാ ഇറങ്ങി ഇറങ്ങി താഴെ ഇറങ്ങി. മോനെന്തി എന്തി മോനെ? ഇവനെ കൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവനെ എൻ്റെ മോനെ എവിടെ കൊണ്ട് ജാ ഇറങ്ങി വേണാ. അച്ഛൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇതിനിപ്പം നീ എന്നാ ചെയ്യണ്ടേ? ഗെയ്സ് ആകെ അടപടലം പെട്ട് അവിടുന്ന് വലിഞ്ഞ് കയറി അത്രയും കറങ്ങി വന്ന് ചെങ്ങലയിട്ട്. ഇനിയിപ്പം ഇപ്പം മനസ്സിലായി ചെങ്ങല ഇട്ടതിൻ്റെ കാര്യം. ഞാൻ വലിക്കും കുട്ടനാടൻ്റെ അല്ല പാട്ടം വരുന്നു മറന്നു ഗെയ്സ്. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വിടും. താനനാനേ 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 ഇപ്പോൾ ഇരിക്കും. സുന്ദരി പാടം തന്നെ പണിയാണ് കാണിച്ചത്. എന്ത് പാടിയായത്? താനനാനേ താനനാനേ താനനാനേ. ആ ഓക്കെ. ഇനിയിപ്പോ എന്റെ വാളെന്തി? എന്റെ വാളും കൊണ്ട് ഒരു പരിപാടി ഇവിടെ ഉണ്ട്. കേട്ടോ ഗേസ്, ഇതിൽ കേട്ടോ. നമുക്ക് ഇനി പിന്നെ നമുക്ക് ഈ ഫായം കൊണ്ട് നമ്മളപ്പോൾ ഇവനൊരു പേരിട്ടിരിക്കുന്നത് ഗേസ്. ഞാൻ എപ്പോഴാണ് പിടിച്ചു നോക്കിയാൽ അതിന് ഇന്നത്തെ ഒരു കഴിവ് പോലെ എനിക്കുള്ളത്. ഞാൻ എന്താ പറയണേ? ഇവരെ വേണ്ട മലയും കുന്നും എല്ലാം തോളത്തിരുത്തി വേണം കൊണ്ടുപോകാൻ. ഇതൊക്കെയാണ് പ്രശ്നം. ഇതിപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകണം ഇവനിതിപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകണം നമ്മൾ? കേസ് ഇതിൽ എങ്ങനെയാണെന്നൊരു പിടുത്തവും ഇല്ല. ഇത് ഇവിടെ പോകാനും ഒരു വഴിയില്ല. ആ കിട്ടി. അതിനായിരുന്നു നമ്മളെന്തിനാ പിന്നെ താഴെ പോയ കേസ്? താനെ പാടാനും. നമ്മുടെ വാള് താഴെ ഇരിക്കുക, അത് എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അല്ല നമ്മുടെ വീടിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റ് ഗേസ്. നമ്മുടെ വീട് കണ്ടോ ഫുള്ള്. അങ്ങനെ നമ്മൾ കുണു മണാലിയിൽ എത്തിയിട്ടുണ്ട് ഗേസ്. നമ്മൾ ഏറ്റവും വ്യൂ പോയിന്റിൽ പോയിട്ട് അവിടെ അത് തന്നെ നമ്മളവിടെ പോകുമ്പോൾ കണ്ട നമ്മളപ്പുറത്തെ രമേശ് വീട് മറ്റവൻ്റെ നമ്മൾ ഇടിച്ചു പഞ്ഞിക്കോട്ടെ അവനെ അതന്നെ മറ്റവൻ്റെ അരിയും പയറൊക്കെ കാണാൻ വെറുതെ ഒരു OPR വേണ്ടിയിട്ട് എന്തിനാണ് ഗേസ് ഇങ്ങനെ ഓരോ ജന്മം? എന്നെ എങ്ങനെ ഇരിക്കുന്നെങ്കിലും വിചാരിക്കുന്നില്ല. അതാ അങ്ങോട്ട് ഇനി നോക്കണ്ട, നമ്മൾ വന്ന വഴി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം വിഷയമാണ്. മോനെ വ്യൂ പോയിന്റ് ഒക്കെ അടിപൊളിയാണ്. ഇപ്പം കണ്ടോണം പാടമാവുന്നത്. എനിക്ക് കണ്ടേച്ച് പേടി വന്നേച്ച്. മലയും താണ്ടി പുതിനമാണിത്. എന്തിനീ ഗുഹയും താന്ന് നമ്മൾ താഴോട്ട് പോകുന്നത്? അല്ല കൊൽക്കിണർ പണി വായി ഇപ്പോൾ തടിപ്പണി വിട്ടേച്ച്. അയ്യോ നമുക്ക് പണി കിട്ടി ഗെയ്സ്. നമ്മൾ വന്ന വഴി തന്നെ പിന്നെ ഇറങ്ങി. ഇതേപോലെ രണ്ട് പോട്ടാമാർ മോനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ എന്തോന്നടാ എന്താണ്ട് തിരിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അല്ല അല്ല ഇവിടെ എവിടാണ്ട് വാളും കൊണ്ടൊരു പരിപാടി ഉണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് വാളും കൊണ്ടൊരു പരിപാടി ഉണ്ട്. ഒരു പരിപാടി ഇതിലേ ആയിരുന്നു വഴി ബാപ്പ. ഇപ്പം എൻ്റെ മോനെ ഞാൻ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നമ്മളെ എപ്പിസോഡിൽ അറിയാലോ അവനെ പഠിപ്പിച്ച ഓരോ എന്താ ഞാൻ പറഞ്ഞാൽ മാത്രം കേട്ടല്ലോ. പിന്നല്ല ഇവിടെ നിന്ന് നിനക്ക് സാറ്റ് കളിക്കണം അല്ലേ? അതുകൊണ്ട് വാട്ടർഫോൾസ് ഇതാണ് വെള്ളച്ചാട്ടം. നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്കാണ് നേരെ പോകുന്നത്. അയ്യോ ദോ അവനെ എന്നല്ല നമ്മൾ തിരുമ്പി വന്നിട്ട ഇവരൊക്കെ നമ്മൾ തീർത്ത് വിടുന്നല്ലേ? വെറുതെ ഇവരൊക്കെ വെട്ടിയാലും ചത്താലും ഒന്നും ചാവാത്ത സാധനമാണ്. ഇന്ത്യയുടെ അല്ലടാ വാടാ ഇവന്മാർക്ക് കുറേ വകഭേദമുണ്ട് കേട്ടോ. ഇവന്മാർ ഓരോ വേറൊരു വകഭേദത്തെ അവിടെ കത്തുത്തിരിക്കുന്നുണ്ട്. ഇവരൊക്കെ കാണുമ്പോൾ രണ്ട് കീറ് കൊടുക്കാൻ തോന്നുന്നു. അയ്യോ ഇവ തീ എറിയുന്നു. അല്ല അവൻ്റെ തീ എവിടെ? അയ്യോ ഇവനൊക്കെ നമ്മൾ ഇന്ന് അരിയും. ഇന്ന് രണ്ടാമത്തെ ഒരുമിച്ചരിയുന്ന കണ്ട കേസ്. നമ്മൾ രണ്ടാമത്തെ വേറെ ഒന്നും പറയാനില്ല. ഇവനൊക്കെ ഇതൊക്കെ എവിടെ നമ്മളിതൊക്കെ കണ്ടിട്ടുള്ള പച്ചപ്പായലിനെ മാത്രമാണ്. പച്ചപ്പായലിന് ജീവൻ വെച്ച് വന്നു അങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇടയ്ക്ക് മാരെ തീയും കിട്ടി എന്നെ വെട്ടി ഒരു കാര്യമില്ല. ഇവന്മാരായിട്ട് നമ്മൾ എന്തോ ഉണ്ടാക്കാൻ പോയി. വാടാ പച്ചപ്പായലിന് തീ വെച്ചാനെ എന്തി വേറെ തന്നെ എന്നെ വെറുതെ എന്തിയോ പിന്നല്ല അടുത്ത എന്തി ഓടെ.
അല്ല ആ പച്ചപ്പായലിനൊക്കെ തീ വെച്ചതിനൊക്കെ അവനൊക്കെ ഒരു ഒറ്റ വെട്ടനില്ല, അവനൊക്കെ വെറുതെ കളി. ഇപ്പഴാണല്ലോ നിനക്ക് ഹെൽപ്പ്. പിന്നെ അല്ല ഇപ്പൊ കണ്ട കഴിവേറുകളെ കുറിച്ച് പഠിക്കാൻ അതൊന്നും കാര്യമൊന്നുമില്ല. വേറും ശിശു അവനൊക്കെ നമ്മളെത്ര ഓണം കൂടുതലുണ്ടാവും. ഇത് ഓണം ഉണ്ടെന്നേ ഉള്ളൂ, വഴി അറിയത്തില്ല. നമുക്ക് വഴി മോനെ എവിടെയാടാ വഴി? അച്ഛൻ ചുമ്മാ പറഞ്ഞതാ വഴി കാണിച്ച. ഇവനെ എന്നാ ചെയ്യണം? എന്തോ എടുക്കാനുണ്ടായിരുന്നു മറ്റേ ഹാക്ക് സിൽവറോ. ഇവനൊക്കെ വടുതായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന മരം. നമ്മൾ വന്ന വഴിയാണോന്നൊരു ഡൗട്ട് ഉണ്ട്. വന്ന വഴിയല്ലേ ബീച്ച്? വന്ന വഴിയാ, നമ്മൾ വന്ന വഴിയാ. അത് ഇവനൊക്കെ വെട്ടി അരിഞ്ഞിട്ടേക്കുന്നുണ്ടോ? അല്ല അല്ലേ എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കാണ്ട് കിടന്നുറങ്ങുന്ന നോക്ക്. പറയും കേട്ടോ ചാച്ചിക്കോ. അങ്ങനെ അല്ലായിരുന്നല്ലോ തീയും പോയി കാറ്റും മഞ്ഞും. ഇഞ്ചടാ വെട്ടണ നീ വെട്ടണ കള്ള കാലിപ്പ് ഇരുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ വെട്ടി വെച്ച് ഇനിയിപ്പോൾ ഇതിലേ പോവും. വഴിയാണ് ഇപ്പോൾ കേസ് അറിയാത്ത. നമ്മൾ വന്ന വഴി അവിടെ നീലകൊണ്ട് എന്താണ്ട് എഴുതിയിട്ടുണ്ട്. അതിലാണ് നമുക്ക് പോകേണ്ടത്. അത് 8 PM അല്ല 8 AM to 5 PM. ഓക്കെ, അതിനുള്ളിൽ ഇറങ്ങണം. മനസ്സിലായല്ലോ? ഓക്കെ, അത് മര്യാദയ്ക്ക് വായിച്ച് പഠിച്ചോ. അല്ല പറ്റിക്കുന്ന സമയത്ത് ഈ കാട്ടിക്കൊണ്ട് കാണ്ട ഇവിടെ ഒരു വഴി ഉണ്ട് കേട്ടോ. ഉണ്ടോ വന്ന് ഞാൻ ഇങ്ങനെ എന്തോ ഉണ്ടാക്കാൻ വന്നടാ. എന്തോ എന്റെ അയ്യല്ല അവിടെ ഒറ്റ ചവിട്ടനില്ല. ഓടി വന്ന് നിൽക്കും, ഒരു കാര്യമില്ല. അവൻ ഇവനെയൊക്കെ എന്നെ കുറിച്ചൊന്നും പഠിക്കാനൊന്നും ഇല്ല. അവനൊക്കെ എല്ലാത്തിനും വന്നതാണ്, ഒരു കാര്യമില്ല. വെറുതെ വന്ന് ചോദിച്ചത് എന്നുവെച്ചാൽ അവൻ്റെ പാഠപുസ്തകം പഠിക്കാൻ തന്നേക്കുന്നു. ഒരു കാര്യമുണ്ട് അവനെ പറ്റി എന്നാ പാച്ചാണ്, ഒരു കാര്യമില്ല. അല്ല എൻ്റെ അപ്പൂപ്പൻ്റെ ഭണ്ഡാരപ്പെട്ടിയാണ് ഇവിടെ അമ്മാരുണ്ടെന്നമാർ എടുത്ത് വെച്ചത്. വിഷയം AK-47 കേസ്. നല്ല AK ഒക്കെ കിട്ടി. ഇനി ഈ വട്ടം നമ്മൾ ഇടിച്ച് പൊളിക്കുക. നമുക്കിനി വേറെ ഒന്നും പറയാനില്ല. ഇനി അറ്റാക്ക് നമുക്ക് മെഷീനൊക്കെ കിട്ടി. അറ്റാക്കിംഗ് മെഷീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി വിഷയം അപ്പം നമുക്കെന്തോ ഭണ്ഡാരപ്പെട്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. അപ്പം ഇനി നമുക്ക് അടുത്ത അറ്റാക്കിന് പോകാം. ഇതൊക്കെ ഗണ്ണിൻ്റെ കണ്ടിട്ട് ഗണ്ണൊന്നും വേണ്ടി കേസ്. ഗണ്ണല്ലായിരുന്നു, വാളായിരുന്നു. അപ്പൂപ്പൻ്റെ ചിതാഭസ്മമുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അരിമണിയുണ്ട്, പഴയ തൂക്കത്തിൽ. പൈസ നമുക്ക് വേണ്ട. പൈസയൊക്കെ എന്നാത്തിനാ? നമുക്ക് ഭാര്യ മരിച്ചുപോയി, ഇനി വേറെ നമുക്കിനി ചെയ്യാനുമില്ല. വാടാ, അച്ഛൻ പോയിട്ടും അവിടെ നിൽക്കുക. നമ്മൾ വന്ന വഴിയാണോ? എനിക്ക് വന്ന വഴിയാണോ എന്നൊരു ഡൗട്ടുണ്ട്. വന്ന വഴിയാ, അതാണ് തിരിച്ചു പോകാൻ പറ്റാത്തത്. തിരിപ്പിയൊക്കെ തേച്ചോ. കണ്ടോ ഇതിലെ പോണ എന്നാ ചെയ്യുന്നു? ഇപ്പം കാക്ക കരയുന്നു. ഇത് വെട്ടിയിട്ടും പോകുന്നില്ല. നമുക്കിതല്ലേ വഴി? മോനേട്ടാ, അച്ഛന് പോകാനുള്ള വഴി പറഞ്ഞാടാ. ഇതിലെ ഇവൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഇവൻ എൻ്റെ മോനായിപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വെച്ചേക്കത്തില്ലായിരുന്നു. അതെല്ലാം എനിക്ക് ഏത് കാലിൻ്റെ ഇടയിൽ കൂടെ കേൾക്കുന്നു എനിക്കറിയില്ല. നിനക്കറിയാടാ പോവാന്? ഒന്ന് പോയി കാണിക്കടാ. ധൈര്യം ഉണ്ടോ? ഒന്ന് പോയി കാണിക്കടാ. അച്ഛനാടാ പറഞ്ഞത്, വഴി അറിയത്തില്ലടാ. കേസ് അപ്പോൾ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തേണ്ടി വരും. നാളെ ഞാൻ വഴി കണ്ടുപിടിച്ചേച്ച് ഞാൻ ടയേർഡായി. വഴി കണ്ടുപിടിച്ചേച്ച് അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് പോകാനുള്ള വഴി അറിയത്തില്ല. അപ്പോൾ അത് കണ്ടുപിടിച്ച് അടുത്തൊരു ദിവസം വരാം. അപ്പം തുടർന്നുള്ള സപ്പോർട്ട്, അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോക്ക് ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോക്ക് കിട്ടിയ സപ്പോർട്ട് തന്നെ നിങ്ങളെല്ലാ സപ്പോർട്ടും നമുക്ക് ഉണ്ടാവണം. അപ്പം തേർഡ് പാർട്ടുമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗെയിമിങ്ങൊക്കെ വേണം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യും. ഇപ്പോൾ പെയ്ഡായിട്ട് ചെയ്യുന്ന വലിയ ഗെയിംസ് ചെയ്യുന്ന ഗെയിം നമ്മൾ കളിക്കണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല, അറിയാമല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഗെയിമാണെങ്കിൽ നമ്മൾ കളിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വാച്ച്.